നീ ഇങ്ങോട്ട് വന്ന് ആരെങ്കിലും കണ്ടായിരുന്നോ? അരിച്ചില്ല. അരിച്ചില്ല അല്ല, അറിയില്ല. അരി ഇല്ല. ആ, നമ്മുടെ കാര്യത്തിന്റെ ആദ്യ പടിയായിട്ടാ ഞാൻ യശോദയുടെ കാര്യം ഒന്ന് എടുത്തിട്ട് അതാകെ തരിപ്പണമായി. എവിടെ പണം വരും? ഓ, പണത്തിന്റെ കാര്യം അല്ല പറഞ്ഞത്, തരിപ്പണത്തിന്റെ കാര്യം. തരിപ്പണം എന്ന് പറഞ്ഞാൽ പിന്നെ ആകെ നാശമാച്ച് അതാ. എന്നെ കൊണ്ടിടുവാങ്ങളാ? നിന്നെ കൊല്ലാനോ? നല്ല കാര്യായി. മன்னிச்சிடுங்க. മന്നിച്ച കാല് വരെ പോവോ? രാജാവിൻ പാർവൈ റാണി പക്കം തേടുതി സ്വർഗം കൈ ഓടുതി വെക്കം പൊന്മാലൈ മയക്കം. പവിഴം ഇങ്ക വന്നതുക്കപ്പുറം ഊருக்கு പോകവേ ഇല്ലേ? പോകണമെന്ന് ആശയില്ലേ? പവിഴത്തിന് ഈ വീട് പിടിച്ചോ? ഈ ഞാനെപ്പിടി എന്നെ പിടിച്ചാച്ചോ? ചൊല്ല്. நீங்க ரொம்ப நல்லவரு. ஏன் இன்னும் கல்யாணம் കഴിക്കില്ലേ? എന്റെ ഹൃദയം കാണാനുള്ള ഭാഗ്യം ഒരു പെൺകുട്ടിക്ക് ഉണ്ടായാലല്ലേ എനിക്കൊരു കുടുംബം ഉണ്ടാവൂ. എടുത്ത് താലോലിക്കാൻ. വിവരദോഷം പറയരുത്. ആണിന്റെ ഹൃദയത്തിലേക്ക് നോക്കിയാലൊന്നും പെണ്ണ് പ്രസവിക്കില്ല. അതിനിത്തിരി ചങ്കൂറ്റം വേണം. ആയ കാലത്ത് അത് കാണിക്കാതെ ഇപ്പൊ കിടന്ന് നിലവിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. നീ എവിടുന്നാ പൊട്ടി വീണത്? പൊട്ടി വീണൊന്നുമല്ല, മുളച്ചതാ. ചൂടാവാതറാ, അവളൊന്ന് പൊയ്ക്കോട്ടെ. അതെ, ഒരു കാര്യം തുറന്നു പറയുന്നോണ്ട് വിഷമം തോന്നരുത്. തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയക്കാര് ഈ ചുവരുകളൊക്കെ ബുക്ക് ചെയ്യാറില്ലേ? അതുപോലെ ഞാൻ ആ തമിഴ് പെൺകുട്ടിയുടെ മനസ്സില് ബുക്ക്ഡ് എന്നൊന്ന് എഴുതിയിട്ടുണ്ട്. ചങ്കുറ്റം കാണിച്ച് അത് മായച്ചേക്കരുത്. എനിക്ക് സഹിക്കില്ല. നീ ഒന്നും പറയണ്ട. അവള് നല്ലൊരു തമിഴ് കുട്ടിയാ. അവളൊന്നും വന്ന് ഈ മുറിക്കകത്തേക്ക് കയറേ വേണ്ടു. ആകെ ഒരു പ്രകാശ. കണ്ടില്ലേ എന്തൊരു പ്രകാശ. ഓടാ. നീ കുറച്ചു ദിവസം പൊള്ളാച്ചി പോയി നിൽക്ക്. ഒരു ടൂർ ഉണ്ടെന്നും പറഞ്ഞ് ഞാനും ഒപ്പം വരാം. നിന്റെ അണ്ണനാണെന്നും പറഞ്ഞ് നിന്നെ ഇവിടെ നിന്ന് പുറത്തിറക്കാൻ ഞാൻ ഒരാളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അവൻ വരും. നീ അവന്റെ ഒപ്പം ഇറങ്ങി തന്നാ മതി. പുറകിൽ ഞാനും ഉണ്ടാവും. ഭയപ്പെടാനൊന്നുമില്ല. അവനാള് കുഴപ്പക്കാരനല്ല. നിന്റെ അച്ഛനെങ്ങാനും നമ്മളെ തിരക്കി ഇവിടെ വരുന്നതിലും നല്ലത് ഒന്ന് അവിടം വരെ പോകുന്നതല്ലേ. കുട്ടന്നായർ എഴുതി വരുത്തിക്കാന്ന് വെച്ചാ ഇനി ഒന്നും പെട്ടെന്ന് നടക്കില്ല. കുഞ്ഞകത്തു വല്ല പണിയെടുത്തോളൂ. ഇത് ഞാൻ തൊഴുത്തി കൊണ്ടുവന്നിടാം. ആരുമില്ലാത്ത നേരത്താ നിന്റെ അണ്ണം വന്നത്. വിശേഷങ്ങൾ ചോദിക്കാൻ നിന്നപ്പോഴാ മിണ്ടാനും കേൾക്കാനും കഴിയാത്ത ആളാണെന്ന് അറിഞ്ഞത്. നീ ആണെങ്കിൽ അത് എന്നോടിട്ട് പറഞ്ഞതുമില്ല. പെട്ടെന്ന് പോണോന്ന് പറഞ്ഞു. ഇപ്പഴേതാ പൊള്ളാച്ചിക്ക് ബസ്? നീ എപ്പോഴാ വരിക? ഞാൻ പോനാ അമ്മാക്ക് കഷ്ടമാർക്കൂല്ലേ? അത് സാരമില്ല, നിനക്ക് പോണ്ടേ? പൊയ്ക്കോ. അണ്ണം വന്നതല്ലേ. നിന്റെ വീട്ടിൽ എന്തെങ്കിലും വിശേഷം കാണും. ഇത് വെച്ചോളൂ. ഒരു വഴിക്ക് ഇറങ്ങുന്നതല്ലേ. നിന്റെ അണ്ണന് തമിഴും മലയാളവും എല്ലാം ഒരേ ശബ്ദ. നിന്റെ മുഖം കണ്ടിട്ട് നിനക്കവിടെ ഇഷ്ടമില്ലാത്ത കല്യാണം ആലോചിച്ച പോലെ ഉണ്ടല്ലോ പെണ്ണെ. ധൈര്യമായിട്ട് പോയിട്ട് വാ. ആ വേഗം ചെന്നേ. പേടിക്കണ്ട, മുന്നിൽ നടന്നോ. ഞാൻ പിടിച്ച് തിന്നാനൊന്നും പോകുന്നില്ല. വേഗം നടക്ക്. തന്നോട് ആരുടെ കോപ്പി ഇതിലെ പോകാൻ പറഞ്ഞത്? ഞാൻ അവിടെ നിൽക്കുന്നല്ലേ പറഞ്ഞത്. നിങ്ങൾ വരാൻ പറഞ്ഞ ഇടവഴിയിൽ പരിചയമുള്ള ഒന്ന് രണ്ടാളെ കണ്ടു. ഇനിയിപ്പേ ഈ സഹോദര ബന്ധം ഇതോടെ മറന്നേക്കണം. രഹസ്യമാണെന്നും വിചാരിക്കണ്ട, പരസ്യം തന്നെ. താനിത് ആരോടെങ്കിലും പറഞ്ഞാലും വലിയ പ്രശ്നമില്ല. പോ. ശരി. അണ്ണൻ എപ്പടി? പാത്താ കാലം മാതിരി ഇരിക്ക്. സാരമില്ല, സമാധാനപരമായ കുടുംബജീവിതത്തിലേ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാ. ഇനിയിപ്പോ എങ്ങോട്ടാ? നേരെ പൊള്ളാച്ചിക്കോ അതോ പോലീസ് സ്റ്റേഷനിലേക്കോ? അച്ഛൻ ഇത്ര വേഗം നമ്മളെ ഈ പൊള്ളാച്ചി കൊണ്ടിടുമെന്ന് ഞാൻ കരുതിയില്ല. ദൈവാനുഗ്രഹം എന്നൊക്കെ പറയുന്ന ഇതാ. നാം എപ്പോ വെളിയിൽ പോവാം? ഇനി ആർക്ക് വെളിയിൽ പോണം? നാളെ രാവിലെ അച്ഛന് ഈ ചാമ്പൽപ്പര തുറക്കും. അതുവരെ ഇവിടെ വിയർപ്പ് തുള്ളികൾ ഒഴുക്കി നഷ്ടപ്പെട്ടു പോയ ശാന്തി മുഹൂർത്തം നമ്മൾ വീണ്ടെടുക്കും. ഒന്നും മനസ്സിലാകുന്നില്ല അല്ലേ? എന്നാ മനസ്സിലാകുന്ന ഭാഷയില് ഞാൻ ഇത്തിരി ആംഗ്യം കാണിക്കാം. അണ്ണൻ വന്ന് കൊണ്ടുപോയെന്നാ പറഞ്ഞത്.
പറമ്പിൽ കിളയ്ക്കാതെ ഇതിനകത്തിരുന്നെങ്കിൽ ആ അണ്ണനെ ഒന്ന് പരിചയപ്പെടായിരുന്നു. ഇനി കുറച്ചു കാലം ഈ കൃഷി ഒന്ന് നിർത്തണം. അമ്മാവൻ എന്താ ഉറങ്ങിയില്ലേ? അനന്തരവനും ഉറക്കം വരുന്നില്ല അല്ലേ? ഗോപികൃഷ്ണനും ഉറങ്ങിയിട്ടില്ല. ഒരുത്തൻ 2 ദിവസത്തേക്കാണെന്ന് പറഞ്ഞ് ടൂറിനെങ്ങാണ്ട് പോയിട്ടുണ്ട്. അവന്റെ കാര്യം എന്താണാവും? கவுண்டர் ஐயாவுக்கு இப்ப வலி எப்படி இருக்கீங்க? 1 மணி நேரத்துக்கு ஒரு தடவை எண்ணெய் தடவணும், 10 நிமிஷத்துக்கு ஒரு தடவை வெந்நீர் ஒத்தடம் கொடுக்கணும்னு வைத்தியர் சொல்லியிருக்காரு. அவங்களுக்கு தவறி விழுந்தது கூட பெருசா வலி தெரியல. நம்ம பொண்ணு பவளத்தை பார்க்க முடியலையேங்கிற மனவலிதான் அதிகமா இருக்கு. അങ്ങനെ നോക്കുമ്പോ ഈ വീഴ്ച ഒരു അനുഗ്രഹമാണെന്ന് കരുതിയാ മതി. പോവാന് നന്നായി. நாயரே, என்னையா சொல்ற? பொண்ணும் மாப்பிள்ளையும் எப்பவும் டூர்ல இருக்கிறதாக பவளம் லெட்டர் எழுதியிருக்கு. அவங்க ஊர்ல இல்லாத டைம்ல நீங்க அங்க போனா நல்லா இருக்கான்னு சொன்னேன். அதுவும் சரிதான் ஐயா. கருப்பையா, ஐயா, நீதான் அந்த ஊர் பக்கம்லாம் போறிய, அம்மா கிட்ட அட்ரஸ் வாங்கிட்டு போய் நம்ம பவளத்தையும் மாப்பிளையும் ஒரு பார்வை பார்த்துட்டு வா. சரிங்க. ஏங்க, நம்ம தோட்டத்து மாம்பழம்னா பவளத்துக்கு ரொம்ப பிடிக்கும். ஒரு கூட அனுப்பட்டுமா? ஒரு கூட என்னடி, 4 கூட கொடுத்து அனுப்பு. கருப்பையா, பாப்பா கிட்ட சொல்லு, அப்பாவும் அம்மாவும் கூடிய சீக்கிரம் வந்து பாக்குறோன்னு. என்ன? சரிங்க. இந்த புது அவதாரம் யாரு? கருப்பையா யாரு? அவரு நம்ம லாரி மாமா. ലോറി മാമനോ? അയാളാണോ ഈ ലോറി കണ്ടുപിടിച്ചത്? ஐயோ அது இல்ல, லாரி மாமா நம்ம சொந்தக்காரரு. அவர்தான் எங்க லாரியை ஓட்டிக்கிட்டு இருக்காரு. அப்பா என்ன பறஞ்சாலும் அங்கனையே செய்யும். ആ മാമനെ ഇങ്ങോട്ട് വരുത്താതിരിക്കാൻ എന്താ മോളെ ഒരു പണി? மாமா எங்க? ഞാനേ ഒരു സാധനം തരാം, വേണ്ടാന്ന് പറയരുത്. സ്നേഹിക്കേണ്ടത് എങ്ങനെയാന്ന് എനിക്ക് അറിഞ്ഞൂടാ. സ്നേഹം തോന്നുമ്പോഴേ എനിക്ക് പനി വരുമാനായി വിറയ്ക്കുന്നത്. എനിക്ക് വലിപ്പച്ചെറുപ്പമില്ല, സ്നേഹം തോന്നിയ ഒട്ടുമില്ല.